ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ വൈഡസ്റ്റ് വീഡിയോ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഓപ്പണായി കിട്ടും. ഇതിൽ 78K വ്യൂസ് എല്ലാമുള്ള 2 ഇയർ മുമ്പ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇത് മൊബൈൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാകില്ല. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോയുടെ വൈഡ് ഇത്രത്തോളം വൈഡായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമുക്ക് ഇത് മൊബൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാകില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി ഒരുപാട് പേർ അവർ 16:9 എന്ന റേഷ്യോയിലും ഇതുപോലെ നല്ല വൈഡ് വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ പറയാം. കുറേ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ ഈ ഒരു ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്ന് അതിലേക്ക് നല്ല വ്യൂസ് എല്ലാം കൊണ്ടുവരാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വൈഡായി നമുക്ക് എങ്ങനെ 16:9 നല്ല വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്ത കുറച്ച് റിസർച്ചും അതുപോലെ ഞാൻ സെറ്റ് ചെയ്ത ഒരു സെറ്റിംഗ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ തന്നെ 2 വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ഞാൻ ഇവിടെ മൊബൈൽ ഡാറ്റ തീരുമെന്ന പേടി വേണ്ട എന്ന ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും സൈസാണ് വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ, അതായത് കുറച്ചുകൂടി വൈഡായി 16:9 തന്നെ ചെയ്തൊരു വീഡിയോ കൂടി നോക്കാം. അപ്പോൾ അത് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ നിന്നും ഇത് കുറച്ച് വൈഡ് കൂടുതലായി കാണുന്നുണ്ട്. ഇത്തരത്തിൽ കുറച്ചുകൂടി വൈഡായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈഡായ വീഡിയോ ഇത് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഇതിനായി ഞാൻ യൂസ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ ഇത് അഡോബ് പ്രീമിയർ പ്രോ എന്ന ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിൽ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇത് വളരെ ഇപ്പോൾ ഒരുപാട് പേർ അല്ലെങ്കിൽ ഈ ഒരു ട്രിക്കെല്ലാം അറിയുന്ന കുറേ പേർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് ചാനലുകളിലെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഇത്തരത്തിൽ വൈഡായി അവർ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അതിൽ ഇൻട്രസ്റ്റായാണ് ഞാൻ ഇത്തരത്തിലൊരു റിസർച്ച് എല്ലാം ചെയ്ത് ഞാൻ എൻ്റേതായ മെത്തേഡിൽ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ ഈ ഒരു വൈഡ് ആംഗിളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈഡായി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതിനാൽ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അഡോബ് പ്രീമിയർ പ്രോ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ എഡിറ്റ് കഴിഞ്ഞതാണെന്ന് കരുതുക. ഇത്തരത്തിൽ എഡിറ്റിംഗ് കഴിഞ്ഞ വീഡിയോ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സെറ്റിങ്സ് എല്ലാമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനായി ഞാൻ ഇവിടെ എക്സ്പോർട്ട് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇത്തരത്തിൽ എക്സ്പോർട്ട് എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് സെറ്റിങ്സ് എല്ലാം ഓപ്പണായി വരും. ഇത്തരത്തിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സെറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് H.264 അതുപോലെ ഫ്രെയിം സൈസ്, ഫ്രെയിം റേറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയെ ഇത് നമുക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത രീതിയിൽ കാണണമെങ്കിൽ, അതായത് വൈഡായി കാണണമെങ്കിൽ ഇവിടെ ആസ്പെക്റ്റ് എന്നതിൽ നമ്മൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഇത്തരത്തിൽ D1 DV NTSC വൈഡ് സ്ക്രീൻ എന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഭാഗം കൂടി വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു ബ്ലാക്ക് ഭാഗം കൂടി നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് ഇത് സ്കെയിൽ ടു ഫിൽ എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോ കുറച്ച് വൈഡായി നമുക്ക് വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് വന്നിരുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമുക്ക് വന്നിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചെറിയ രീതിയിലെല്ലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിംഗ് മാറ്റുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വൈഡ് സ്ക്രീനിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വൈഡ് സ്ക്രീനിൽ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. കുറേ പേർ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടിയാണിത്. അതായത് നമ്മുടെ വീഡിയോസിൽ വെറൈറ്റി എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി പലരും ഇത്തരത്തിൽ പലവിധ കാര്യങ്ങളെല്ലാം ഇത്തരത്തിലെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ സ്വന്തമായി ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്